താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ച് മന്ത്രിപ്പൊട്ടപ്പൻ വരുന്നുണ്ട്. ഹാർപ്പോ ഹീറോയ് ക്യാമറയാടാൻ വരവേറ്റിടാം, ആചാര കഥന മുഴക്കിടാം. ഹലോ ഹലോ ചെക്കിംഗ്, ഹലോ 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 മൈക്ക് ഫോർ ചെക്കിംഗ്, ഹലോ ഹലോ. പ്രിയമുള്ളവരെ, മത്സരം തുടങ്ങിയായി. ഫസ്റ്റ് കോൾ ചെസ് നമ്പർ 5. അല്ല, ഇത് നമ്മുടെ വനമന്ത്രിയല്ലേ? ഏയ്, ഇയാളിത് എവിടുന്ന് കയറി വന്ന്? എന്നാലും തൊലിക്കട്ടി അപാരം തന്നെ. നിങ്ങള് നല്ല ഒരു നടനും കൂടിയാണല്ലോ അല്ലേ? ഇതാണ് നുമ്മ പറഞ്ഞ നടൻ. നോക്കങ്ങള് ഇത് കണ്ടിട്ട് എന്താ പറയാ? വല്ലാത്തൊരു അനുഭവമായി പോയി. ഇങ്ങനൊരു കാഴ്ചക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചതല്ല. ഒരു മിനിറ്റ്, ഇവരോട് ഞാൻ എന്തുത്തരാ പറയാ? അവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. അവരെ രക്ഷിക്കാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. കണ്ട, ഓസ്കാർ അവാർഡിന് ഒരു ശ്രമം നടത്തിയ ഉറപ്പാ കിട്ടും. അല്ലയോ മന്ത്രി പുങ്കവ, ഈ വയനാട്ടിൽ കടുവ പിടിച്ച കുടുംബം അന്ന് ആർത്തലച്ച് കരയുമ്പോൾ നിങ്ങൾ ഈ കോഴിക്കോട് വന്ന് പാട്ടും കൂത്തും അഭിനയവും ഒക്കെ ആയി നടന്നപ്പോൾ കിട്ടിയ പൊങ്കാലയും പോരാഞ്ഞ് ഇപ്പോൾ ദാ നിലമ്പൂരിൽ അനവസരത്തിൽ നിങ്ങളുടെ ആ തിരുവാ തുറന്നപ്പോൾ വന്ന സ്നാറ്റം സഹിക്കാൻ പറ്റണില്ല കേരളത്തിന്. പൊട്ട മന്ത്രിയുടെ പാട്ടവാക്കുകൾ എന്നാ ജനം ഇപ്പോൾ പറയുന്നത്. ഈ നമ്മളെ ശശീന്ദ്രൻ ആള് ഉറക്കം ഉണരുന്നത് തന്നെ എന്തെങ്കിലും പിച്ചും പേയും പറഞ്ഞുകൊണ്ടാണ്. ഒരുമാതിരി പേപ്പട്ടി കയറുകൊണ്ട മാതിരി. കിളി പോയോ എന്ന് സംശയമുണ്ട് കേട്ടോ ഈ അടുത്ത കാലത്തായിട്ട്. എന്തൊക്കെയായാലും മുഖ്യമന്ത്രി, ഈ ചതി നിങ്ങൾ കേരളത്തോട് ചെയ്യരുതായിരുന്നു. അങ്ങനെങ്കിലും ഇതൊന്ന് ഇല്ലാതാക്കി തരണം. ഈ ശശീന്ദ്രനെ മന്ത്രിയാക്കുന്നതിന് പകരം നമ്മുടെ ആ യൂട്യൂബർ തൊപ്പിയെ പിടിച്ച് മന്ത്രിയാക്കിയാലും ഞങ്ങൾ സഹിക്കുമായിരുന്നു. ഇത് നിങ്ങൾ ഒരുമാതിരി കുടുംബത്തിൽ കയറി കൂടോത്രം ചെയ്ത പോലെ ആയിപ്പോയി കേട്ടാ. ഇതിലും ഭേദം ആ തൊപ്പി തന്നെയാ. ഈ ശശീന്ദ്രൻ മന്ത്രിയായത് ആർക്കു വേണ്ടിയാണാവോ? ഞാൻ രാജിവെക്കാൻ പോവുക. നാടിനും വീടിനും വേണ്ടാത്ത ഒരു മന്ത്രി. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. നിലമ്പൂരിൽ 14 വയസ്സുള്ളൊരു വിദ്യാർത്ഥി പന്നിക്കണിയിൽ കൊല്ലപ്പെട്ടപ്പോൾ ഒരു മന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ പ്രസ്താവന അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ, അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടം എന്ന് തന്നെയല്ലേ മന്ത്രി താങ്കൾ പറഞ്ഞു വരുന്നത്? അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ആ, ഗൂഢാലോചന. നിങ്ങളീ പറഞ്ഞ രാഷ്ട്രീയ ഗൂഢാലോചന ഒന്ന് തെളിച്ച് പറയുമോ? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന അതായത് ഉത്തമ, ഈ നിലമ്പൂരിലെ പന്നിക്കണി ആസൂത്രിതം എന്നാണോ ഈ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതോ വല്യമ്പ്രാന്റെ പണ്ടേ ഉള്ള ഇഷ്ടക്കേട് മാറ്റാൻ, തമ്പ്രാനെ പ്രീതിപ്പെടുത്താൻ സതീർത്ഥ്യം നടത്തിയ ശ്രമം ചീറ്റിപ്പോയതോ? രാജാവ് സതീർത്ഥനെ വിളിച്ച് പൊട്ടിത്തെറിച്ചു എന്നാണ് അറിഞ്ഞു കേട്ടത്. കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പി ആളാവാനല്ലടോ, തന്റെ വിവരമില്ലായ്മയ്ക്ക് ഞാനും കൂടി സമാധാനം പറയണോ. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണിയെ പ്രതിസന്ധിയിലാക്കിയത്രേ സസി. അതൊക്കെ ഈ പി ശശിയുടെ നാടൻ ശൈലിയല്ലടോ. സസി ശശി ആയതോടെ സതീർത്ഥ്യൻ മലക്ക അങ്ങോട്ട് മറിഞ്ഞു. അപ്പൊ എനിക്ക് മലക്കം പറയാൻ അറിയാല്ലേ? പിന്നെ
നിങ്ങളെ പോലെ മലക്കം പറയാൻ അറിയുന്ന ആള് കേരളത്തിൽ വേറെ ആരുണ്ട് മന്ത്രി? ഞാനത് അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെ രാജാവിന് ഇതെന്ത് പറ്റി ഇങ്ങനെയൊക്കെ തോന്നാൻ? അങ്ങനെയെങ്കിൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷയെയും മുഖ്യൻ തിരുത്താൻ തയ്യാറാവോ എന്തോ? അയാളെ മലക്കമറിയാൻ പഠിപ്പിക്കുവോ ഈ മുഖ്യൻ? ഞാൻ എന്തുത്തരാ പറയാ? അത് ഇത്തിരി പുളിക്കൂല്ലേ? അല്ലെങ്കിലും വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുറേ പാഷാണത്തിക്രിമികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക ഇപ്പോ ഇടതുപക്ഷം. നേരത്തെ തന്നെ മനസ്സിലായില്ല. പണ്ടേ ദുർബല, ഇപ്പോ ഗർഭിണി എന്ന് പറഞ്ഞ പോലെയാ CPM-ന്റെ അവസ്ഥ. അല്ല, ഇയാൾക്ക് പണ്ടൊരു പൂച്ചക്കുട്ടി വിവാദം ഉണ്ടായിരുന്നല്ലോ, നമ്മളെ കുണ്ടറ പൂച്ചക്കുട്ടി. അല്ലാതിപ്പോ നിങ്ങൾ പറയാതെ ഞാൻ അനുഭവിച്ചല്ലോ. അതിന്റെ പേരിൽ ഒരു മലക്കം മറിച്ചിൽ അന്ന് നടത്തിയത് ആശാൻ. ഞാനത് അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അതും പൊട്ടിച്ചിറ്റി അവസാനം ഗതാഗത മന്ത്രി സ്ഥാനവും പോയി. എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിക്കുട്ടി തേജോധം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം ഉണ്ടല്ലോ, അത് നടക്കട്ടെ. അന്നേ വലിച്ച് ആമേഴഞ്ചാൻ തോട്ട് കളയേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ മുഖ്യന് ഇങ്ങേരുടെ എന്തോ ഒരു വല്ലാത്ത ഇതുണ്ട്. ഏത്? അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. അതങ്ങനെയാണല്ലോ. റാം മാത്രം മൂളുന്ന അടിമകളെ തമ്പ്രാൻ പാല് കൊടുത്തു വളർത്തും. മിസ്റ്റർ വിജയന്റെ ഫ്രണ്ട് അല്ലേ അത്? വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. അവറ്റകൾ എത്ര വീർത്താലും സ്വഭാവം എപ്പോഴും അടിമയുടേത് തന്നെ ആയിരിക്കുകയും ചെയ്യും. രാജാവ് നഗ്നനായാലും അത് പറയാൻ നാവും പൊന്താറില്ല ഇവറ്റകൾക്ക്. തമ്പ്രാൻ കൽപ്പിച്ചതും വൈദ്യൻ ഇച്ഛിച്ചതും അടിമത്തം എന്നതുപോലെയാണ് ഇപ്പോൾ ഇവരുടെ സ്ഥാനമാനങ്ങൾ. ഈ നാട്ടിലാകെ കാട്ടുമൃഗങ്ങൾ നിരങ്ങുമ്പോൾ മൃഗത്തേക്കാൾ ക്രൂരമായി പെരുമാറുന്ന ഒരു വനം മന്ത്രിയാണ് നമ്മുടെ അഭിമാനം. അല്ലയോ മന്ത്രി, താങ്കൾ ഇനിയും ആ തിരുവാവൊന്ന് തുറന്ന് നാറ്റിക്കരുത്. ആ കാര്യം ഞാൻ ഏറ്റി. താങ്കളുടെ തറവാടായ കാടിനടുത്ത് കിടക്കുന്ന പാവപ്പെട്ടവരുടെ ശരീരം താങ്കളുടെ അത്ര ക്രൂരന്മാരല്ലാത്ത മൃഗങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട് ഞങ്ങൾ. മലക്കം മറിയാനും യൂട്ടേൺ അടിക്കാനും ഇഷ്ടംപോലെ അവസരവും ഉണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങരുത്. നിങ്ങളെക്കാൾ നല്ലത് ആനയും കടുവയും പുലിയും കാട്ടുപന്നിയും ഒക്കെയാ. ഒന്നുമില്ലേലും അവറ്റകൾ അവസരം നോക്കിയേ ആക്രമിക്കൂ. നിങ്ങളെപ്പോലെ അനവസരത്തിൽ ആക്രമിക്കില്ല. വല്ലാത്ത ദുർഗതി തന്നെ അളിയോ. ഇതുപോലുള്ള മന്ത്രിമാരാണ് ഈ CPM-ന്റെ ഐശ്വര്യം. ശശിയേ ശരണമപ്പാ. ബ്ലിങ്ക് തുടരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.